സുപ്രധാന നേട്ടവുമായി വീണ്ടും ഇന്ത്യൻ സൈന്യം. വ്യോമസേനയ്ക്ക് പുതിയ ബോംബർ ഡ്രോൺ എത്തി. തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ഈ ബോംബർ ഡ്രോൺ. ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജീസ് ആണ് ഡ്രോൺ വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ബോംബർ UAV FWC 200B കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത്. ഈ ബോംബർ ഡ്രോണുകൾ കുറച്ചു കാലമായി ഇന്ത്യയുടെ സ്വപ്നമാണ്. ആളില്ലാ ബോംബർ വിമാന ഇറക്കുമതിയിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിക്കും. മാത്രമല്ല, ശത്രുവിനെതിരെയുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കാനും ഇതോടെ ഇന്ത്യക്ക് കഴിയും. ഇന്ത്യയെ ഒരു ആഗോള ഡ്രോൺ നിർമ്മാണ സാങ്കേതിക കേന്ദ്രമാക്കി മാറ്റുകയാണ് പുതിയ നീക്കമെന്നാണ് വിലയിരുത്തൽ. US ബോംബർ ഡ്രോൺ പ്രഡേറ്ററിന് 250 കോടി രൂപയാണ് വില. അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഡ്രോണിൻ്റെ ചെലവ് വെറും 25 കോടി രൂപയാണ്. FWC 200Bക്ക് 100 കിലോഗ്രാം പേലോഡ് കപ്പാസിറ്റി ഉണ്ട്. 200 മണിക്കൂർ നേരം വരെ ഉയർന്നു പറക്കാനും ശത്രുവിനെ പ്രതിരോധിക്കാനും സാധിക്കും. ഇന്ത്യ മധ്യദൂര വ്യോമ ബാലസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ആൻഡമാൻ നിക്കോബാറിലായിരുന്നു പരീക്ഷണം. സുഹോയ് 30 MKI വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. 250 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം മിസൈൽ കൃത്യമായി ഭേദിച്ചു. പരീക്ഷണം വിജയിച്ച സാഹചര്യത്തിൽ കൂടുതൽ മിസൈലുകൾ നിർമ്മിക്കാനാണ് വ്യോമസേനയുടെ തീരുമാനം. ദൂരെയുള്ള മിസൈലുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഞൊടിയിടയിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന മിസൈലുകളാണിവ. റോക്സ് എന്നും ക്രിസ്റ്റൽ മെയ്സ് 2 എന്നും ഈ മിസൈലിന് വിളിപ്പേരുണ്ട്. ഇസ്രായേലിൽ നിന്നുമാണ് ഈ മിസൈൽ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വ്യോമസേന സ്വന്തമാക്കിയത്. സ്റ്റാൻഡ് ഓഫ് റേഞ്ച് ഉപരിതല ഭൂതല മിസൈലിൻ്റെ വിപുലീകരിച്ച പതിപ്പാണ് ക്രിസ്റ്റൽ മെയ്സ് 2. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലാവും മിസൈലുകളുടെ നിർമ്മാണം. കൂടുതൽ മിസൈലുകൾ ലഭിക്കുന്ന മുറയ്ക്ക് വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാകുമെന്നും പ്രതീക്ഷിക്കുന്നു.